വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര ശോകം ദിവസം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. സത്യം പറഞ്ഞാൽ മുംബൈയിൽ എന്തിനു വന്നു എന്ന് പോലും ഞാൻ ആലോചിച്ചു പോയി. ഞങ്ങൾ പോയി ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് സ്പോട്ടും ഭയങ്കര ശോകമായിരുന്നു. ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തതിന്റെ 30% പോലും റിസൾട്ട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഞങ്ങളെ ഫോളോവേഴ്സും കസിൻസും ഒക്കെ സജസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുംബൈ ഫുഡ് സീരീസിന്റെ പാർട്ട് 5 വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മൾ മുമ്പത്തെ വീഡിയോസ് ഒക്കെ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും അതെല്ലാം കണ്ടതിന് ശേഷം ഇത് കാണാൻ ശ്രമിക്കുക. സാധാരണ ദിവസങ്ങളിൽ ഞങ്ങൾ എങ്ങനെ പോകാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് അവിടുത്തെ ചുറ്റുള്ള ഫുൾ ഫുഡ് സ്പോട്ടാണ് നമ്മൾ കവർ ചെയ്യാറ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാന്ദ്രയിൽ പോയിട്ടുണ്ടായിരുന്നു, കൊളാബയിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് സ്പോട്ടിലും നല്ല നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയില്ല, ഇന്നൊരു ലിസ്റ്റ് ഉണ്ട് പല പല സൈഡിലായിട്ട്. എത്ര ഫുഡ് സ്പോട്ടായി ചെയ്തിട്ടുള്ളത്? 6 ഉണ്ടാവും. ഇന്ന് 5-6 ഫുഡ് സ്പോട്ട് ഉള്ളൂ. അല്ല, ഒരു 10-20 കിലോമീറ്റർ ഡിസ്റ്റൻസിലാ. ഓക്കെ, എല്ലാം അങ്ങനെ ഒരു സ്ഥലത്തുള്ളതല്ല, പല പല സൈഡിലുള്ള ഫുഡ് സ്പോട്ടാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3-6 ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. മുംബൈയിൽ അത്യാവശ്യം നല്ല മടി പിടിച്ചിട്ടാട്ടോ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യണുള്ളൂ. അധികം സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇന്നലെ വന്ന അതേ ചായ സ്പോട്ടാണ് കേട്ടോ അത്. മറ്റാളുണ്ടോ അവിടെ? തീർന്നു. റസ്ക് തീർന്നാ? ചേട്ടൻ മേടിക്കാൻ പോയിക്കേ ചായ കഴിയണടാ. അടുത്ത ചായ പറയും റസ്ക് ബാക്കി വരും. ഇപ്പൊ റസ്ക് ബാക്കി നോക്കിയ ചായ എന്ത് നിക്കണില്ലേ? രണ്ടും ഒരുമിച്ച് തീരുന്നില്ല. ഭയ്യാ, how are you? ആള് പ്രീമിയം കാർഡ് തന്നാ നമുക്ക്, പ്രീമിയം കസ്റ്റമേഴ്സിന്റെ പ്ലാറ്റിനം കാർഡ് അങ്ങനെ എന്തെങ്കിലും നമ്മളെ കാണുമ്പോ തന്നെ വേറൊരു റെസ്റ്റിന്റെ ഇത് വെക്കണം. 2 ദിവസമായിട്ടുള്ള, പക്ഷെ 2 കൊല്ലത്തെ അടുപ്പാണ് ഇപ്പൊ ഇയാൾ കാണിക്കാനായിട്ട്. പുതിയ പാത്രമൊക്കെ മേടിച്ചിപ്പോ പുതിയ പാത്രമൊക്കെ മേടിച്ച. അപ്പൊ അമിത പോവല്ലേ നമുക്ക്? സെറ്റ് അല്ലേ? നമ്മൾ ആദ്യം പോയത് മുംബൈയിൽ ജോഗേശ്വരി വെസ്റ്റുള്ള ജാഫർ ബൈസ് ഡൽഹി ദർബാറിലാണ്. മുംബൈയിലെ തന്നെ ഏറ്റവും വലിയ ബിരിയാണി ഫുഡ് ചെയിൻ ഒന്നാണ് ഈ കാണുന്ന റെസ്റ്റോറന്റ്. നമുക്ക് ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബിരിയാണിയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വന്നാൽ നല്ല രീതിയിൽ ഡൈനിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതെല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഓർഡർ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതിന്റെ കാര്യമല്ലോ, കാരണം ഇവിടുത്തെ ബിരിയാണിയാണ് ഫേമസ്. നമ്മൾ ഇവിടുത്തെ മട്ടൻ ബിരിയാണി, ചിക്കൻ 65 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു 65 ഞാൻ കാണുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള 65 ആണ് ഇവർ സെർവ് ചെയ്യുന്നത്. കുറച്ച് ഗ്രേവി ടൈപ്പ് ആയിട്ടുള്ള 65 ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മട്ടൻ ബിരിയാണി, ചിക്കൻ 65 കഴിച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ 65 ആണ്. മട്ടൻ ബിരിയാണി ഭയങ്കരമായിട്ട് നമ്മൾ ഡിസപ്പോയിന്റഡ് ആക്കി. ഒരു കാര്യമില്ലാത്ത ബിരിയാണി എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം, കാരണം അത്ര ഫ്ലോപ്പ് ആയിരുന്നു. പക്ഷെ നമ്മളെ പിടിച്ചു നിർത്തിയത് അവിടുത്തെ ചിക്കൻ 65 ആണ്. കിഡ്രൻ ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോൾ ഇത് ഫ്ലോപ്പാന്നാണ് വിചാരിച്ചത്, പക്ഷെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും രണ്ടാമത് ഓർഡർ ചെയ്യാൻ പോയി, കാരണം അത്ര കിഡ്രൻ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ബാബ ഫലൂദയിലേക്കാണ്. ബാബ ഫലൂദ ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. 10-27 കൊല്ലമായിട്ടാണ്. വെച്ചാൽ ഒരു നൊസ്റ്റാൾജിക് സ്പോട്ടാണ്. നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഫലൂദ വളരെ വ്യത്യസ്തമാണ് ഇവിടുത്തെ ഫലൂദ. പക്ഷെ നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ഫലൂദ എന്ന് പറഞ്ഞാൽ ഒരുപാട് നട്ട്സും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഫലൂദയാണ്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല, നല്ല ലൂസായിട്ടുള്ള അധികം ഐറ്റംസ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഫലൂദാസ് ആണ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ളത്. ഇനി ഇവിടുത്തെ ഫലൂദാസ് നമുക്കൊന്ന് കഴിച്ചോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതിന്റെ കാര്യമില്ല, കാരണം പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടുത്തെ പ്രധാന തരം ഫലൂദ തന്നെയാണെന്ന്. പക്ഷെ നമ്മൾ ഇവിടുത്തെ എന്ത് ഓർഡർ ചെയ്യണമെന്ന് അവരടുത്ത് ചോദിച്ചപ്പോൾ അവർ നമ്മളടുത്ത് പറഞ്ഞ് ഇവിടുത്തെ ബാബ സ്പെഷ്യൽ ഫലൂദയും കുൽഫി നമ്മളടുത്ത് ഒന്ന് ട്രൈ ചെയ്യാൻ. സത്യം പറയാലോ, ഇത്രയും വലിയൊരു ബ്രാൻഡ്, ഇത്രയും വലിയൊരു ഫുഡ് ചെയിൻ, ഒരുപാട് പേര് നമ്മുടെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫുഡ് സ്പോട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു മിനിമം എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഇവിടുത്തെ ഫലൂദ എത്രത്തോളം സംഭവമാവുന്നത്. പക്ഷെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ 10-1 പോലും ഇത് ഉണ്ടായിരുന്നില്ല. പിന്നെ മുംബൈയിൽ വന്നിട്ട് നമ്മൾ എല്ലാ റെസ്റ്റോറൻറ്റിൽ നിന്നും ഫലൂദ ഓർഡർ ചെയ്യാറുണ്ട്. എല്ലായിടത്തും അവസ്ഥ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ സുഹൃത്ത് പറഞ്ഞ പോലെ ഇനി ഇതായിരിക്കും റിയൽ ഫലൂദ എന്ന് പോലും ഞാൻ സംശയിച്ചു പോയി. നമ്മുടെ നാട്ടിലത്തെ കഴിച്ച ഫലൂദ ശീലിച്ചോണ്ടാന്ന് അറിയില്ല, അതിന്റെ ഒരു 10-1 ടേസ്റ്റ് മുംബൈത്തെ ഫലൂദ എനിക്ക് തോന്നിയില്ല. സ്പൂണല്ല ആവശ്യം, ഇവിടെ ആവശ്യമല്ലേ? നമ്മൾ മുംബൈയിൽ വന്നിട്ട് ഇതുവരെ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. നമ്മൾ കസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി സജസ്റ്റ് ചെയ്ത ഒരു സ്പോട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. ഇതുവരെ നമ്മൾ യൂബർ ആണ് യൂസ് ചെയ്തിരുന്നത്. ആദ്യമായിട്ട് ഒലേന്ന് ബുക്ക് ചെയ്തപ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് കിട്ടിയത്. ഒരു ഫാക്ടറിയിൽ വന്ന പോലെയാണ് ഈ സൗത്തും കേട്ടിട്ട് യാത്ര ചെയ്ത് എളുപ്പമില്ല. കടന്നു പോയാലോ എന്ന് ആലോചിക്കാം, പക്ഷേ ഇനിയും 5-6 കിലോമീറ്റർ ഉണ്ട്. ഇതുപോലെ എക്സ്പീരിയൻസ് ആർക്കായിട്ടുണ്ടായിട്ടുണ്ടാ? എപ്പോഴേ സ്വർഗം കിട്ടിയ ഫീല്. അത് യാത്രയിൽ എളുപ്പമല്ല കേട്ടോ, എത്ര കിലോമീറ്റർ ഉള്ളതുകൊണ്ടാണ്.
പിന്നെ അത് ക്യാൻസൽ ചെയ്ത് തന്നെ വേറെ വണ്ടി കിട്ടിയില്ല. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ട് എത്തിയിട്ടുണ്ട്. ഫിഷർമാൻസ് കൗ എന്നാണ് സ്പോട്ടിന്റെ പേര് വരുന്നത്. ചാണ്ടിവലി റോഡിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്യണത്. നമ്മൾ അതിന്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ നമുക്കൊരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്ത് ഒറ്റൊരു മനുഷ്യനെ പോലും അതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓർഡർ എടുക്കാൻ വന്ന വെയിറ്റർ പോലും ഒരു ഉഷാറില്ലാണ്ടാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് നമ്മളാകെ ഒറ്റൊരു ഫിഷ് ഫ്രൈ മാത്രം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ അട്ടർ ഫെയിലിയർ ആയിരുന്നു. നമ്മൾ സാധാരണ ഒരു ഫുഡ് സ്പോട്ടിൽ പോകുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഓർഡർ ചെയ്യാറുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന് നമുക്ക് ഒരെണ്ണത്തിൽ നിർത്താൻ തോന്നി. ഭയങ്കര ഫ്ലോപ്പ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഇത് സജസ്റ്റ് ചെയ്ത ആളെ വിളിച്ച് രണ്ട് പറയാൻ പോലും എനിക്ക് തോന്നി, കാരണം അത്ര ഫ്ലോപ്പ് ആയിരുന്നു. ഇന്ന് ആരാണ് നമുക്ക് അടിയേണ്ടത്? 3 സ്പോട്ടായി. 3 സ്പോട്ടിൽ വലിയൊരു സംഭവമായിട്ട് തോന്നിയിട്ടില്ല. ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ഇതിപ്പോ വൈൻഡപ്പ് ചെയ്ത് വീട്ടിൽ പോയാലോ എന്ന് ആലോചിക്കാം. പിന്നെ നമ്മളിനി റിട്ടേൺ ടിക്കറ്റ് ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അധികം ദിവസം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഇപ്പം ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ള ഫുഡായാലും വന്നിട്ടുള്ള വണ്ടിയായാലും ഒക്കെ കണക്കാം അല്ലേ? ആരാണ് നമുക്ക് അണിയേണ്ടത്? തേങ്ങ ട്രിപ്പില് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ട്രാവലിംഗ്. സത്യം പറഞ്ഞാൽ നമ്മളെപ്പോഴേക്ക് ഫുഡ് ട്രിപ്പ് വേണമെങ്കിലും കാറിലാണ് പോകാറ്. ആദ്യമായിട്ടാണ് കാറില്ലാണ്ട് ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രിപ്പ് വരുന്നത്. അതിൽ തന്നെ എനിക്കാണെങ്കിൽ ഇത് നമ്മൾ ഒരുപാട് സമയം ട്രാവലിങ്ങിന് എന്നെ കളയുമ്പോൾ നമുക്ക് ഈ ഫുഡ് സ്പോട്ട് കവർ ചെയ്യണതായാലും നല്ല നല്ല സ്ഥലങ്ങൾ കാണാനുള്ള സമയമൊക്കെ കുറയാണ് ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട്. അപ്പോൾ യൂബർ ഇങ്ങനെ ഓരോരുത്തരെ ഓരോ ഡ്രൈവർമാരെ ആക്സെപ്റ്റ് ചെയ്യും. ഒരു 10 മിനിറ്റോളം അവരിങ്ങനെ വരുന്നുണ്ട് എന്ന് കാണിച്ചിട്ട് ലാസ്റ്റ് ഡ്രൈവർ ക്യാൻസൽ ചെയ്യും. എന്താണോ നമുക്ക് പോണ സ്ഥലങ്ങൾ ഇനി ഡ്രൈവർമാർക്ക് ഇഷ്ടമില്ലാണ്ടാണോ എന്നറിയില്ല. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം അൽഹംദുലില്ലാ ഒരാൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കിട്ടിയാൽ കിട്ടി, അല്ലെങ്കിൽ ഇനി അടുത്ത ഇതുപോലെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ നേരെ പോയത് മുംബൈയിൽ ഗോവണ്ടി ഈസ്റ്റിലുള്ള അറേബ്യൻ ദർബാർ എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ ഇവർ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് രസമാണല്ല ബോർഡും കാര്യങ്ങളൊക്കെ കാണാം. പക്ഷെ ഈ ഒരു ഒറ്റ ഐറ്റം കണ്ടപ്പോൾ ഞങ്ങൾ ആകെ അങ്ങോട്ട് സ്റ്റെക്കായി പോയി. ഇത് അത്യാവശ്യം വലിയ റെസ്റ്റോറൻ്റ് ആണ്. ഉള്ളിൽ ഒരുപാട് ഡൈനിങ് സ്പേസ് ഉണ്ട്, മജിലിസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ മുംബൈയിൽ വന്നിട്ട് അതിന് മജിലിസിൽ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ച് ഞങ്ങൾ മജിലിസ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 4 പേരായതുകൊണ്ട് അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർ പുറത്തിരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. പുറത്ത് വെച്ചാൽ റെസ്റ്റോറൻറ്റ് ഉള്ളിൽ മജിലിസിന്റെ തൊട്ട് പുറത്ത് നിന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ ഫുൾ ഫ്രൈഡ് ചിക്കനും ടർക്കിഷ് തന്തൂരി ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇന്നത്തെ ദിവസത്തിൽ കുറച്ചെങ്കിലും ആശ്വാസം തോന്നിയത് ഈ ഒരു സ്പോട്ടിൽ വന്നപ്പോഴാണ്. ഇവിടുത്തെ ഫ്രൈഡ് ചിക്കനാണ് ഞങ്ങൾ ആദ്യം കഴിച്ചത്. ഫ്രൈഡ് ചിക്കൻ കഴിച്ചപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതും പോയി. ആദ്യം പോയ റെസ്റ്റോറൻറ്റ് പോലെ തന്നെ ഇതും ഷോക്കായിരിക്കുന്നതാണ്. പക്ഷെ ഇവിടുത്തെ ടർക്കിഷ് തന്തൂരി ചിക്കൻ നെക്സ്റ്റ് ലെവലാണ്. നമ്മൾ ശരിക്കും ഞെട്ടിച്ചായിരുന്നു. കിഡിലെ ടേസ്റ്റ് ആയിരുന്നു. ആ ചിക്കൻ ആയാലും ഗ്രേവി ആയാലും ക്രീം ആയാലും എല്ലാതും നെക്സ്റ്റ് ലെവൽ ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മളിന്ന് ഒരുപാട് ഫുഡ് സ്പോട്ടിൽ പോയെങ്കിലും ആദ്യമായിട്ടാണ് വയറും മനസ്സും ഒരുപോലെ അറിഞ്ഞത്. അത് ഈ കാണുന്ന ടർക്കിഷ് തന്തൂരി ചിക്കൻ കഴിച്ചപ്പോഴാണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ്. 1 പഴിച്ചാൽ 3 ആണെങ്കിൽ നമ്മുടെ കേസിൽ 1 പഴിച്ചാൽ 4 എന്നാണ്. ഇന്ന് പോയ 3 ഫുഡ് സ്പോട്ടും അട്ടർ ഫെയിലിയർ ആയിട്ട് 4ാമത്തെ ഫുഡ് സ്പോട്ട് നല്ല കിഡിലൻ ഫുഡാണ് നമുക്ക് സെർവ് ചെയ്തത്. നമ്മൾ അവസാനമായിട്ട് കുറച്ച് ഡെസേർട്ട്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈക്കുള ഈസ്റ്റിലുള്ള പേർഷ്യൻ ദർബാറിക്കാണ് നമ്മൾ പോയത്. പക്ഷെ നമ്മൾ അവിടെ എത്തുമെന്ന് പോലും നമ്മൾ സംശയിച്ചു പോയി. വേറെ ഒന്നല്ല, ഈ വണ്ടിയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളായും ഞെട്ടിപ്പോകും. പറച്ചോനെ വണ്ടി നീങ്ങുമ്പോ ബാക്ക് വേറെ സൈഡ് കടല്ലേ തന്റെ ഇതിന്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ മൊബൈൽ ചാർജിങ് സൊല്യൂഷൻ പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാൻ പറ്റും. വേറെ ഒന്നല്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ നിന്ന് പവർ ബാങ്ക് എടുക്കാം. അതിന്റെ റെന്റ് മാത്രം കൊടുത്താൽ മതി. നമ്മുടെ ആവശ്യം തീരുമ്പോൾ അതിലേക്ക് തിരിച്ചു വെച്ചാൽ മതി. മുംബൈയിൽ ഒരുപാട് സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. ഒരു സ്റ്റാർട്ടപ്പ് ആണെന്ന് തോന്നുന്നു, അടിപൊളിയാന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യണത്. നമ്മൾ ഇവിടുന്ന് ഓർഡർ ചെയ്ത് റബഡിയും അതുപോലെ തന്നെ അറേബ്യൻ പുഡിംഗ് ആയിരുന്നു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. ഇന്നലെ അംജദ് ശൈലി ഇടിയാണെങ്കിൽ ഇന്ന് 2 പേരും ഒരു ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം ആരാണോ 7th ഫ്ലോർ എത്തണേ അവർക്ക് ക്യാഷ് പ്രൈസ് എന്ന രീതിയിലാണ് ബെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ട്രിപ്പിന്റെ ഇടയിൽ ഒരുപാട് അടിയും ഇടിയും ചീരിയും കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ ചെറിയ ചെറിയ സീൻസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണുള്ളൂ. ഗോ അംജദിന്റെ സന്തോഷമാണ് അവിടുന്ന് കേൾക്കുന്നത്. നാട്ടിലെത്തി വെയിറ്റ്.
അപ്പൊ നമ്മളെ മുംബൈ ഫുഡ് സീരീസിന്റെ പാർട്ട് 5 വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കമന്റ് ചെയ്യുക. പാർട്ട് 6 വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.